താങ്കളിപ്പോൾ മഹാദേവന് പാലഭിഷേകം അതിനെപ്പറ്റി സംസാരിച്ചല്ലോ. അപ്പം ഏത് മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോയാലും മതിയാവുമോ? കുറച്ച് പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ, കുറച്ച് കാലപ്പഴക്കങ്ങളുള്ള പ്രശസ്തമായിട്ടുള്ള പുരാതനമായ ക്ഷേത്രങ്ങളിൽ ചെയ്യുമ്പോൾ ഒരു കൂടുതലുണ്ടാവും. ഇപ്പോൾ ഒരു പഴമേലൊരിത് പറയുമല്ലോ, പാമ്പിനും പഴയതിനാണ് വിഷമെന്ന് പറയുമല്ലോ. അപ്പം സ്വർണത്തിനും പഴയതിന് മൂല്യമുണ്ടെന്ന് പറയും. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ പുരാതനമായ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്താൽ കുറച്ച് കൂടുതൽ ഫലം ഉണ്ടാവും. അപ്പം നമ്മുടെ തൊട്ടടുത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും ചെയ്യാം, ദോഷമൊന്നുമില്ല. പക്ഷേ ഇതിനൊന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ നന്മയായിരിക്കും. ഓക്കെ. അപ്പം ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഓരോരുത്തരുടെ ജാതകം നോക്കിയിട്ട് അവർക്ക് എവിടെയാണ് പോകേണ്ടത് അല്ലേ, ഓരോരുത്തരുടെ നാളും സമയമൊക്കെ നോക്കിയിട്ട് അവിടേക്ക് നിർദ്ദേശിക്കുന്നു. അവിടെ കൃത്യമായിട്ട് പോയി ആ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിക്കുക. പിന്നെ താങ്കൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു മാന്തി എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണല്ലേ? ഗുളികനാണ്, നക്ഷത്രമല്ല, ഗ്രഹമാണ്. ഗ്രഹമാണ്. അത് നമ്മുടെ ജനന മരണ കർമ്മത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും ബാധിക്കുന്നതും ഒരു ഗ്രഹമാണ് ഗുളികൻ. മായാഗ്രഹമാണ്. ശനിയുടെ പുത്രനാണ് ഗുളികൻ. ഇപ്പം പറയാറുണ്ട്, ഒരു ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ലഗ്നത്തിൽ, ഉദാഹരണം ലഗ്നഭാവസ്ഥിതേ ഭാവ ലഗ്നഭാവം പിഴച്ചിടും. ശനിയെങ്കിൽ ഭയം തന്നെ വക്രൻ ശത്രുപീഡയാം. രാഹുകേതുക്കളാകിടിൽ വിഷവും രോഗവും തഥാ. മാനിയെങ്കിൽ സർവനാശം പ്രേതവും കോപിയായി വരാ എന്ന് പറയുന്നു. അതായത് ശുഭസ്ഥാനത്ത് അല്ലെങ്കിൽ ലഗ്നഭാവത്തിൽ ഒരു പാപഗ്രഹം വന്നാൽ പൊതുവെ നമുക്ക് ദോഷ അനുഭവങ്ങൾ വരാം. അതിനകത്ത് ശനിയാണെങ്കിൽ ഭയം. ശനി എന്ന് പറയുന്ന ഗ്രഹമാണ് നമ്മുടെ ലഗ്നഭാവത്തിൽ നിൽക്കുന്നത്. ലഗ്നം ശരീരമാണ്, നമ്മളെ തന്നെ ചിന്തിക്കുന്ന സ്ഥാനമാണ് ലഗ്നം. ആ ലഗ്നഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ടെങ്കിൽ ഭയം ഉണ്ടാവും. എന്തെങ്കിലും അകാരണമായ ഭയങ്ങൾ, എന്തിനും നടത്തില്ല എന്നെ ആരോ ഭയപ്പെടുത്തുന്നുള്ള തോന്നലുണ്ടാവും. എല്ലാവരോടും ഭയം ഉണ്ടാവും. വക്രൻ ശത്രുപീഡയാം. ചൊവ്വയാണ് നിൽക്കുന്നെങ്കിൽ അകാരണമായിട്ട് ശത്രുക്കളെ കൊണ്ട് പ്രശ്നം ഉണ്ടാകും. കാര്യമില്ലാതെ എല്ലാത്തിനും ഓരോ ആൾക്കാരും നമ്മൾ വഴക്കുണ്ടാക്കുക, വീട്ടിൽ തന്നെ ആണെങ്കിലും പ്രശ്നം ഉണ്ടാകുക, പുറത്തോട്ടിറങ്ങി കഴിയുമ്പോൾ ആൾക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാകുക, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അടുത്തുള്ള വണ്ടിക്കാരനായിട്ട് പ്രശ്നം ഉണ്ടാകുക, ഇങ്ങനെ അകാരണമായിട്ടുള്ള കലഹങ്ങളുണ്ടാകും. അതും വരും. അതും ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ മറ്റൊരു കാര്യമാണ്. രാഹുകേതുക്കളായിടിൽ, രാഹുവോ കേതുവോ ആണെങ്കിൽ വിഷവും രോഗവും തഥാ, വിഷഭയം ഉണ്ടാകും. അപ്പോൾ വിഷഭയത്തിൽ നിന്ന് ഫുഡ് പോയ്സൺ പോലുള്ള പ്രശ്നങ്ങൾ, വിഷം കഴിക്കാനുള്ള സാധ്യതകൾ, വിഷവസ്തുക്കളിൽ നിന്നുള്ള ഭയങ്ങൾ, ചൊറിച്ചിൽ പോലെയൊക്കെയുള്ള ഇഷ്യൂസുകൾ, ഇതൊക്കെ വരും. കേതുവിനാണെങ്കിൽ തന്നെ ഫലം. മാനിയെങ്കിൽ സർവനാശം പ്രേതവും ഗോപിയായും വരാം. മാനി എന്ന് പറയുന്ന ഒരു ഒറ്റ ഗ്രഹം മതി ഈ ബാക്കി ഗ്രഹങ്ങളെ ഒക്കെ തന്നെയും നശിപ്പിക്കാനായിട്ട്. അത് നമ്മുടെ ജാതകത്തിലുണ്ട്, ജാതകത്തിൽ തന്നെയുണ്ട്. 10ാമത്തെ ഒരു ഗ്രഹമായിട്ട് കൽപ്പിച്ചിട്ടുണ്ട് മാനി. പ്രേതകാരകനാണ് ഗുളി. അതാണ് നമ്മുടെ ജനന മരണത്തെ ചിന്തിക്കുന്ന ഗ്രഹമാണ്. പൂർവജന്മ അസ്ട്രോളജിയിൽ പൂർവ്വജന്മത്തിൽ നമ്മൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിൻ്റെ ഊർജം നമ്മുടെ DNA ശാപമായിട്ടുണ്ടാവും. അത് ഈ ജന്മത്തിൽ നമുക്ക് റിവഞ്ച് എടുക്കും. എത്രയോ പ്രേതബാധ ഉണ്ടാവും. പ്രേതബാധ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ് ഗുളികൻ. 12ാം ഭാവത്തിലോ ലഗ്നഭാവത്തിലോ 2ാം ഭാവത്തിലോ 7ാം ഭാവത്തിലോ 5ാം ഭാവത്തിലോ ഗുളികൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് പ്രേതബാധ. നമ്മളെ മാനസികമായിട്ട് എന്തോ ഒരു ഉപദ്രവം നമുക്ക് ഉണ്ടായിരിക്കും. അത് നമുക്ക് അസ്ട്രോളജി ചിന്തിക്കുമ്പോൾ അറിയാം, പൂർവ്വജന്മദേവൻ ആരെ കൊന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ചില പ്രസവത്തോടടുക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പ്രസവം കുട്ടി പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ട്, കുടൽ ചുറ്റിയിട്ട് കുട്ടികൾ പുറത്തേക്ക് വരിക, സിസേറിയൻ ചെയ്യേണ്ടതായിട്ട് വരിക, ബ്ലഡ് പോവുക, പ്രസവ പ്രശ്നമാണ്. എന്താ കാര്യമെന്നറിയാവോ? ഈ ആത്മാവ് പൂർവ്വജന്മത്തിൽ ചെയ്ത ഒരു DNA പ്രേതം ഉണ്ടാകും, ഒരു സോൾ ഉണ്ടാകും. ആ സോള് ഈ കുഞ്ഞിനെ ആക്രമിക്കും. ചിലപ്പോൾ ഗർഭത്തിൽ തന്നെ കുഞ്ഞ് മരണപ്പെട്ടു പോകാം, അപോഷൻ സംഭവിക്കാം. പുറത്തേക്ക് വന്നതിന് ശേഷം കുഞ്ഞ് മരണപ്പെട്ടു പോകാം. അവിടെയാണ് നമ്മുടെ ഈശ്വരന്മാരുടെ ശക്തി എന്ന് പറയുന്ന കാര്യം, നമ്മുടെ പരദേവതമാരുടെ ശക്തി എന്ന് പറയുന്നത് അവിടെയാണ്.
മനസ്സിലായോ? അങ്ങനൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും നമ്മുടെ നമ്മൾ ഇന്ന് ആചരിക്കുന്ന നമ്മുടെ ധർമ്മദൈവം, അല്ലെങ്കിൽ നമ്മൾ ആചരിക്കുന്ന മൂർത്തി, എൻ്റെ ഭഗവാനെ എൻ്റെ കുഞ്ഞിനാപത്തൊന്നും വരുത്തരുത്, കാത്തോളനെ ഭഗവാനെ, ഞാൻ ഭഗവാനെ ഇന്നത് ചെയ്തേക്കാം ഭഗവാനെ, അവിടെ നമ്മുടെ ആ ശക്തി അവിടെ പ്രവർത്തിക്കും. മനസ്സിലായോ? എൻ്റെ കണ്ടിയൂരപ്പ, അല്ലെങ്കിൽ എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഏറ്റുമാനൂരപ്പ, എൻ്റെ പത്മനാഭസ്വാമി, എൻ്റെ കുഞ്ഞിനെ കാത്തോളനെ എന്നൊരു ഒറ്റ വിളി മതി ഈ പ്രേതത്തെ തട്ടി മാറ്റാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ പ്രേതത്തിന് സാന്നിധ്യം എന്തുകൊണ്ടാണ് വരുന്നത്? ഈ ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹം സ്വാധീനിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത്. ആ കുട്ടിയുടെ ജാതകം നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഈ സ്ഥാനങ്ങളിൽ ഗുളിക നിന്നിരിക്കും, ഉറപ്പ്. എവിടെയൊക്കെയാണ്? 12-ലോ, ലഗ്നത്തിലോ, 2-ലോ, 7-ാം ഭാവത്തിലോ, 5-ാം ഭാവത്തിലോ ഗുളികൻ ഉണ്ടായിരിക്കും. ഈ പ്രശ്നം സംഭവിച്ച് ജനിക്കുന്ന, അതായത് ഈ കുഞ്ഞ് ജനിക്കുന്ന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടോടുകൂടി ജനിക്കുന്ന ജാതകത്തിൽ ഈ സ്ഥാനങ്ങളിൽ ഗുളികൻ നിന്നിരിക്കും. മനസ്സിലായോ? ഒന്നും വേണ്ട, ഇപ്പം ഇങ്ങനൊരു പ്രശ്നം സംഭവിച്ചു, കുട്ടികൾ ജനിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുമ്പോഴേ ഗ്രഹനിലയുടെ ആവശ്യമുള്ള നമുക്കറിയാം ഗുളികൻ ഇതിൻ്റെ സ്ഥാനത്തായിരിക്കുമെന്ന്. ജാതകം പോലും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. മനസ്സിലായോ? അമ്മയുടെ ജാതകം നോക്കിയാൽ അറിയാൻ പറ്റുമോ? കുട്ടിയുടെ ജാതകത്തിൽ അമ്മയുടെ ജാതകം അറിയാൻ പറ്റും. പിന്നെ നാളത്തെ ചരിത്രം വരെ നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായോ? മുന്നിൽ സംഭവിക്കുന്ന ഇപ്പോൾ ആയില്യം നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പൂർവികർ ഒരാൾ കിടന്ന് മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. നന്നായിട്ട് നരകിച്ച് അല്ലെങ്കിൽ കിടന്ന് കുറച്ച് നേരം കിടന്നിട്ട് മരണപ്പെടും. കിഡ്നി ലിവർ പ്രോബ്ലംസ്, ക്യാൻസർ രോഗം, ഇത് ഇവരുടെ ഫാമിലിയിൽ 100% ആർക്കെങ്കിലും ഉണ്ടായിരിക്കും. എന്നുപോലെ തന്നെയാണ് ഫ്യൂച്ചർ. ഇവർ കല്യാണ പ്രശ്നം ഉണ്ടാവും, ജീവിത സൗഖ്യങ്ങൾ ക്ലിയർ ആകത്തില്ല. ഇവരിൽ നിന്ന് ജനിക്കുന്ന സന്തതികൾ വളരെയേറെ ക്ലേശ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, കഷ്ട അനുഭവങ്ങൾ ഉണ്ടാവും. ഇതവരുടെ നിശ്ചയമാണത്. അതുപോലെ തന്നെയാണ് ഈ സ്ഥിരമായിട്ട് ചിലർക്ക് ശത്രുദോഷം, അതായത് കൂടോത്രങ്ങൾ ഏൽക്കുക അല്ലെങ്കിൽ കൺപേർ ഉണ്ടാകുക, സ്ഥിരമായിട്ട് ചിലർക്ക് ഏറ്റുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഏൽക്കാറില്ല. അതെ, ജാതകത്തിൽ 6-ാം ഭാവം കേതു, ചൊവ്വ, ഈ ഗ്രഹങ്ങളെ കൊണ്ട് നമുക്ക് ശത്രുദോഷത്തെയും ആഭിചാരത്തെയും ചിന്തിക്കാം. നമ്മുടെ ജാതക സുഖഭാവഗതേ കേതോ കർമ്മലഗ്നഗതേ ദുവ കേന്ദ്രമാനി സമായുക്തെ രോഗം ക്ഷുദ്രാഭിചാരകം. സുഖഭാവഗതേ കേതോ, നമ്മുടെ ജാതകത്തിൽ 4-ാം ഭാവത്തിൽ കേതു നിൽക്കുകയോ, കർമ്മ ലഗ്ന ഗതേ ദിവ, കർമ്മം 10-ാം സ്ഥാനം, ലഗ്നഭാവം, ഈ സ്ഥാനങ്ങളിൽ കേതു നിൽക്കുകയോ, കേന്ദ്രമാനി സമായുക്തേ, കേന്ദ്രസ്ഥാനത്തിൽ, കേന്ദ്രം ലഗ്നം 4, 7, 10 ഈ സ്ഥാനത്തിൽ ഗുളികൻ നിൽക്കുന്നുവെങ്കിൽ രോഗം ക്ഷുദ്രാഭിചാരകം. ഇവന് ക്ഷുദ്ര ആഭിചാരമേറ്റിട്ടാണ് ഈ ജാതകന് പ്രശ്നമുണ്ടാകുന്നത്. അത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ പ്രശ്നം കാണത്തില്ല. മനസ്സിലായോ? അറിയാൻ പറ്റത്തില്ല. ഹോസ്പിറ്റലിൽ അവന് പ്രശ്നം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം കാണത്തില്ല, ആഭിചാരമേറ്റിട്ടുണ്ടാവും. ആഭിചാരം ഏക്കണം എന്നത് നിയമമാണ്. എന്താ കാര്യം? പൂർവ്വജന്മത്തിന് അവൻ ഇത് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇവൻ വേറൊരാൾക്ക് ഇത് പണി ചെയ്തിട്ടില്ല. മന്ത്രവാദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മറ്റൊരുത്തനെ ഏതെങ്കിലും തരത്തിൽ വശ്യപ്രയോഗത്തിൽ ഒരാളെ വശീകരിക്കുക, ഒരാളെ നശിപ്പിക്കുക, ഒരാളുടെ ഉയർച്ചയ്ക്ക് തടസ്സമാക്കി നിർത്തുക, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അകാരണമായ രീതി അവന് നാവേറ്, കണ്ണേറ്, ആഭിചാരങ്ങൾ ഏറ്റുകൊണ്ടേയിരിക്കും. അതവൻ്റെ കർമ്മയാണ്. അതിൻ്റെ ക്ഷേത്രങ്ങളുണ്ട്. നമ്മളല്ലാതെ തന്നെ പരിഹരിക്കുന്ന കുറച്ച് മെത്തേഡുകളുണ്ട്. ഇപ്പം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ശുദ്ധമായ മഞ്ഞൾ, ഇന്ദുപ്പ്, നമ്മുടെ കല്ലുപ്പ് പോലെ തന്നെ വേറെ സംഭവമാണ് ഇന്ദുപ്പ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇത് രണ്ടും കൂട്ടിക്കൂടണം. ഒരു പിടി ഇന്ദുപ്പും കുറച്ച് മഞ്ഞൾ, പച്ചമഞ്ഞൾ, നല്ല മഞ്ഞളും കൂടെ, പൊടിച്ച മഞ്ഞളാവാം, പച്ചമഞ്ഞൾ ചതച്ചതാകാം, ഇത് രണ്ടും കൂടിയിട്ട് ചൊവ്വാഴ്ച ദിവസം കലക്കി മുഖത്തടിച്ചു കുളിക്കണം. അതായത് നമ്മൾ അടിച്ച് കുളിക്കാന്ന് പറയില്ലേ, മുഖത്തടിച്ചു കുളിക്കണം. അങ്ങനെ നമ്മൾ ചെയ്താൽ 6 ചൊവ്വാഴ്ച ചെയ്താൽ ഈ ആഭിചാരത്തിന്, കാരണം 6-ാം ഭാവമാണ് ശത്രു ആഭിചാരം. അപ്പോൾ 6 ആഴ്ച ഇത് ചെയ്താൽ, 6 ചൊവ്വാഴ്ച ചെയ്താൽ ഇതിന് പരിഹാരം വരും. അതുപോലെ തന്നെ കടലിൽ പോയി കുളിക്കുക എന്ന് പറയുന്നൊരു പരിഹാരമാണ്. അത് കടലിൽ പോയിരിക്കുമ്പോഴേക്കും തിരയടിക്കുക. നമ്മളവിടെ പോയിട്ട് നമ്മുടെ ചമ്പരം പടഞ്ഞിരിക്കുക എന്നൊക്കെ പറയും, പത്മാസനത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്നിട്ട്
അത് ആ തിര വന്ന് നമ്മളെ ശക്തമായിട്ട് അടിക്കണം. അടിച്ച് നമ്മളിൽ നിന്ന് പോയാൽ ഈ ദോഷങ്ങൾ നമ്മളെ ക്ലെൻസ് ചെയ്യപ്പെടും. ആഭിചാര ദോഷങ്ങൾ മാറിപ്പോകും. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കടലിൽ പോയി ഇങ്ങനെ ചെയ്യുന്നത് ഈ ദുരിതങ്ങൾക്ക് മാറാനായിട്ട് പരിഹാരമെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. പിന്നെ ചൊവ്വാഴ്ച തോറും നമ്മുടെ വീട്ടിൽ മുത്തശ്ശിമാർ ചെയ്യാറുള്ള റെമഡീസുകൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഉപ്പ്, മുളക്, കടുക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഒഴിഞ്ഞൊഴിഞ്ഞ് സന്ധ്യ സമയത്തായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. അങ്ങനെ നമ്മൾ കുറേ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഈ കർമ്മ പൊക്കോണ്ട് 1 or 2 ചെയ്താൽ അത് മാറില്ല. അതൊരു നിഷ്ഠയോട് കൂടി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ നമുക്കിങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റും. പിന്നെ 6ാം ഭാവം ശത്രുസ്ഥാനം, ചൊവ്വായ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ശത്രുദോഷം മാറുന്നതിന് ചൊവ്വായുടെ ഊർജ്ജത്തിൽപ്പെടുന്ന 2 മൂർത്തികളാണ് സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളി ഭഗവതിയും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി ശത്രുസംഹാര പൂജകൾ ചെയ്താൽ, ഈ ശത്രുസംഹാരം എന്ന് പറയുന്നത് മറ്റൊരാളെ ശത്രുവിനെ നശിപ്പിക്കുക എന്നുള്ളതല്ലേ, നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ആ ഊർജം, ശത്രു ഊർജത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. പിന്നെ ഈ സർവ്വതരത്തിലുള്ള ശത്രുദോഷങ്ങളെ ഹനിക്കുന്ന ഒരു മൂർത്തിയാണ് നരസിംഹമൂർത്തി സ്വാമി. മനസ്സിലായി? നാരായണൻ എല്ലാ കർമ്മങ്ങളെയും എല്ലാ പ്രശ്നങ്ങൾക്കെയും കൃത്യമായ രീതിയിൽ അതിന് കാര്യകാരണ സഹിതം കണ്ടെത്തി നശിപ്പിക്കാൻ കഴിവുള്ള മൂർത്തിയാണ് നാരായണൻ. അതുകൊണ്ടാണ് നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചത്. ഭൂമിയിലും പുറത്തും അകത്തും എങ്ങും വെച്ച് എന്നെ കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. വേണ്ട, കൊല്ലണ്ട. എങ്ങുമല്ലാത്ത സ്ഥലത്ത് പകലും രാത്രിയിലും കൊല്ലാൻ പറ്റത്തില്ല. വേണ്ട, നിന്നെ സന്ധ്യസമയത്ത് ഞാൻ കൊന്നോളാം. ആയുധം കൊണ്ട് എന്നെ കൊല്ലരുത്. വേണ്ട, എൻ്റെ നഖം കൊണ്ട് ഞാൻ നിന്നെ കൊന്നോളാം. മനസ്സിലായോ? അങ്ങനെ കട്ടളപ്പടിയെ വെച്ച് തൻ്റെ ആയുധങ്ങൾ കൊണ്ട് മടിയിൽ കിടത്തി പറിച്ചെടുത്ത മൂർത്തിയാണ് നരസിംഹമൂർത്തി ഭഗവാൻ. എത്ര ശത്രു പ്രശ്നമുള്ള ആൾക്കാർക്കും ചൊവ്വാഴ്ച ദിവസം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് കത്തിച്ച് ശത്രുസംഹാര പുഷ്പാഞ്ജലി ചെയ്ത് ഭഗവാനെ എൻ്റെ ഈ പ്രശ്നമാണ്, ഇത് മുക്തി നൽകണമെന്ന് പറഞ്ഞാൽ എത്ര കർമ്മയുണ്ടെങ്കിലും ഭഗവാൻ പറയും പോളാന്ന് പറയും. കഷായം കുടിക്കാനൊക്കെ പാനകം എന്ന് പറയുന്ന ഒരു സംഭവം, അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നരസിംഹമൂർത്തിക്ക് പാനക നേദ്യം ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലും നമ്മുടെ ഈ ശത്രു സംബന്ധമായിട്ടും ആഭിചാര സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ഇങ്ങനെ മാറിപ്പൊക്കോണ്ടേ ക്ലെൻസ് ചെയ്യുക. അതിന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ളവർ കൃത്യമായ രീതി നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് ജാതകം പരിശോധിച്ചോളൂ. നിങ്ങളുടെ ലൈഫ് മാറ്റി തരും നിശ്ചയം. ഈശ്വരന് നന്ദി. എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത്. അപ്പം ആറ്റിങ്ങലാണ് ജ്യോതിശാലയ്ക്ക് ഓൺലൈനിലൂടെയാണ് ഞാനിപ്പം കൊള്ളുന്നത്. എന്നെ ഒരുപാട്, കാരണം ഗൾഫിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഒരുപാട് കോളുകളാണ് നമുക്ക് വരാറുള്ളത്. അതുകൊണ്ട് നേരിട്ട് വന്ന് കഴിക്കാൻ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവരോടൊക്കെ തന്നെ നമുക്ക് ഓരോ അപ്പോയിൻമെൻറ്റിൽ ഇന്ന സമയം എന്ന് പറഞ്ഞു കൊടുത്തേക്കാണ്. അതുകൊണ്ട് ഏത് വ്യക്തികളാണെന്ന് പറഞ്ഞാലും ഓൺലൈനിലൂടെ അപ്പോയിൻമെൻ്റ് എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അല്പം സാവകാശം, ക്ഷമ ആട്ടും സോപ്പിൻ്റെ ബലത്തെ ചെയ്യും. കാരണം എനിക്ക് ഇതൊരു ബിസിനസ് മാത്രമല്ല, ബിസിനസ്സല്ല ഇത്. കാരണം ഇത് നമ്മുടെ പാരമ്പര്യമാണ്. എൻ്റെ പൂർവികരായിട്ട് തലമുറകളെ കൈമാറി വന്ന ഇന്നത്തെ പാരമ്പര്യത്തിൽ ആ സിദ്ധി കിട്ടിയിരിക്കുന്നത് എനിക്കാണ്. അതിനകത്ത് എനിക്കൊരിക്കലും കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തി എൻ്റെ മുന്നിൽ അവരുടെ പ്രശ്നം വരുമ്പോൾ അവരുടെ പ്രശ്നത്തെ കൃത്യമായിട്ട് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ദൗത്യമാണ്. താങ്കൾ പറയൽ വ്യക്തമാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ കർമ്മം കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഈ കർമ്മത്തിൽ പിഴവ് സംഭവിച്ചാൽ അതിൻ്റെ കർമ്മശാപം ആർക്കാ ബാധിക്കുന്നത്? ഇത്ര അറിവുകൾ ലഭിച്ച ആൾക്ക് ഒരിക്കലും എനിക്കത് ബാധിക്കും. ഞാൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ധർമ്മത്തെ കൃത്യമായ രീതി എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതെനിക്ക് ദോഷമായി തീരും. എനിക്കും എൻ്റെ പൂർവ്വജന്മം ആരാന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം എൻ്റെ പൂർവ്വജന്മം ആരാണെന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി, ഞാൻ പൂർവ്വജന്മത്തിൽ എൻ്റെ സോൾ എന്തായിരുന്നു എന്നും എൻ്റെ ദൗത്യം എന്താണെന്നും ഞാൻ ജ്യോതിഷമൊക്കെ ചെയ്തിരുന്നോ? നേരത്തെയും ജ്യോതിഷമായിരുന്നു. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് എൻ്റെ ദൗത്യം എന്താണ്, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കിയപ്പോൾ ആ ദൗത്യമാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അഗ്നി ശർമ്മൻ. പ്രത്യേക ഒരു പേരാണ് അല്ലേ? ക്ഷേത്രം തന്ത്രിയാണ്. അത് ഗുരുനാഥൻ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. ഈ പേരിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. അഗ്നി എന്ന് പറയുന്നത് എന്താണ്? തീയാണ്, ശുദ്ധീകരിക്കുന്നതാണ് അഗ്നി.
അപ്പോൾ ആ അഗ്നിയിലേക്ക് വരുന്നതിനെയെല്ലാം അഗ്നി ശുദ്ധീകരിക്കുന്നു. നന്നായിട്ട് ആ പാപത്തെ മുഴുവൻ പരിഹരിക്കുന്നതാണ് അഗ്നി. അപ്പം എനിക്ക് തന്നെ ആ പേര് വരാനുള്ള കാര്യവും എൻ്റെ കർമ്മയും അതാണെന്നാണ് എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് എന്നെ വിളിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് അവരുടെ പ്രശ്നത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും എന്നോട് പറയരുത്, നിങ്ങളിത് മാത്രം ഡേറ്റ് ഓഫ് ബർത്ത് സമയം വേണം. അതില്ലാത്തവരാണെങ്കിൽ നക്ഷത്രം കൊണ്ട് തന്നെ നമുക്ക് ഏറെക്കുറെ നമുക്ക് കൃത്യത അതാണ് 100% ഇത് കൃത്യമായിട്ട് വേണം. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പൊ രാത്രി 12 മണിക്ക് ശേഷം ജനിക്കുമ്പോഴത്തേക്കും അത് അടുത്ത ദിവസം പകലായിട്ടാണോ വരുന്നത്? അതെ, AM MP ആണ്. രാത്രി 12 മണി കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസത്തെ AM ആയി തീരും, ഉച്ച കഴിയുമ്പോഴേക്കും PM ആയി തീരും. അല്ല, ചിലപ്പോൾ പലപ്പോഴും ഈ രാത്രി 2 മണി 1 മണി അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ജന്മസമയമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ 1 മണി 4 മിനിറ്റ് അങ്ങനെയൊക്കെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചെറിയ മാറ്റങ്ങളൊന്നും കുഴപ്പമില്ല അല്ലേ? ഇല്ല, നമുക്ക് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ചെറിയ സമയമൊക്കെ ആണെങ്കിൽ പോലും അതിനകത്ത് കുന്തലഗ്നം എന്ന് പറയുന്നൊരു ക്രിയയുണ്ട്. അത് നമ്മൾ അവരോട് പറഞ്ഞില്ലെങ്കിലും നമ്മളത് കണക്കൂട്ടി എടുക്കും. അവരുടെ സമയം തന്നു പറഞ്ഞാലും അനുജന്മക്രിയ എന്ന് പറയുന്നൊരു ക്രിയയുണ്ട്. ആ ക്രിയയിൽ ഒരു നക്ഷത്രത്തിലാണ് ജനിക്കുന്നതെങ്കിൽ നമ്മൾ ആ കുന്തലഗ്ന പ്രകാരം കണക്കാക്കുമ്പോഴേക്കും അനുജന്മ നക്ഷത്രത്തിൽ കണക്ട് ചെയ്ത് വരണം. അങ്ങനെ ഇല്ലെങ്കിൽ ഇവർ പറഞ്ഞ ഡേറ്റ് തെറ്റ്. അവരൊരു സമയത്തിന് പറഞ്ഞാലും നമ്മൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടായിരിക്കും അത് ബലം പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇത്രത്തോളം വന്ന് പൂർവ്വജന്മ ആസ്ട്രോളജി അല്ലേ, പുതിയൊരു വിഷയമാണ്. താങ്കൾ പറഞ്ഞ ഒരു വിഭാഗം മാത്രമാണ് കർമ്മ ആസ്ട്രോളജി. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വരികയാണെങ്കിൽ ഒരു ജന്മം കൊണ്ടൊന്നും തീരില്ല. അപ്പോൾ അത്രത്തോളം വിശാലമായൊരു വിഷയം. അപ്പോൾ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് ഷെയർ ചെയ്യുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഇതുവരെ ഒരു തൃപ്തി ആയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം ഒരുപാട് അനേക ഹോര തത്വജ്ഞ പഞ്ചസിദ്ധാന്ത ഗോവിത എന്നാണ് പറയുന്നത്. അനേക തരത്തിലുള്ള ഹോരകൾ നമ്മുടെ ഋഷിശന്മാർ കണ്ടെത്തിയ ശാസ്ത്രങ്ങളുടെ ഒരംശം മാത്രമാണ് നമ്മൾ ഈ പറയുന്ന കാര്യം. വേദസ്യ ചക്ഷു, വേദസ്സിൻ്റെ കണ്ണാണ് ജ്യോതിഷം. പഠിച്ചാലും 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 തീരില്ല. പരമായുസ് 120 വർഷമാണ് മനുഷ്യായുസ് നിശ്ചയമുള്ളത്. എത്രയോ മനുഷ്യായുസ്സുകൾ തീർന്നാലും ഈ സാഗരത്തിൻ്റെ ഒരംശത്തിൽ പോലും നമുക്ക് എത്താനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ജ്യോതിഷം എന്ന് പറയുന്നത് അഹങ്കരിക്കാനുള്ള ശാസ്ത്രമല്ല. മനസ്സിലായോ? തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ ആ ഒരു അംശത്തിലെങ്കിലും തൊടാനെങ്കിലും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ തമ്പുരാൻ എനിക്ക് അങ്ങനെ ഒരു നിയോഗം തന്നതിൽ ഞാൻ വളരെ നന്ദിയോടുകൂടിയും ഉത്തരവാദിത്തത്തോടും കൂടിയും ഞാൻ ആ കർമ്മ ഏറ്റെടുത്ത് ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ഒരു നന്മ കൊടുക്കാൻ സാധിച്ചാൽ അത് എൻ്റെ ഏറ്റവും വലിയ പുണ്യം. മനസ്സിലായോ? അത് മാത്രമാണ് എനിക്ക് ചെയ്യാനും പറയാനും ഉള്ളത്. എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി. നമസ്കാരം.